ഹായ്, ഇന്ന് HSA ജനറൽ പേപ്പറിലും മറ്റ് PSC എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാ എക്സാംസിനും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും കാണാറുണ്ട്. ആദ്യമായി ഫസ്റ്റ് അമെൻമെൻറ്റ് 1951 ആണ്. ഇറ്റ് ആഡഡ് ദ 9th ഷെഡ്യൂൾ, ദെൻ റെസ്ട്രിക്റ്റഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് അമെൻമെൻ്റ് ആണ് 7th അമെൻമെൻറ്റ് 1956. It provided the reorganization of states on linguistic basis. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം നടത്തിയത് ഈ അമെൻമെൻറ്റ് പ്രകാരമാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് അമെൻമെൻ്റ് ആണ് 9th അമെൻമെൻറ്റ് 1960 എന്ന് പറയുന്നത്. ഇൻഡോ പാക് അഗ്രിമെൻറ്റ് 1958 അഥവാ 1958 നെഹ്റു നൗൺ ഉടമ്പടി പ്രകാരം ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബെർബറി യൂണിയൻ എന്ന പ്രദേശം പാകിസ്ഥാന് വിട്ടുകൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ഒരു പ്രദേശം ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കണമെങ്കിൽ ഒരു അമെൻമെന്റ് അത്യാവശ്യമായിരുന്നു. അതിനുവേണ്ടി വന്ന ഒരു അമെൻമെന്റ് ആണ് 9th അമെൻമെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഗേവ് എഫക്ട് ടു ട്രാൻസ്ഫർ ഓഫ് ഇന്ത്യൻ ടെറിട്ടറി ഓഫ് ബെർബറി യൂണിയൻ ടു പാകിസ്ഥാൻ ഫോളോയിങ് ദ ഇൻഡോ പാക് അഗ്രിമെന്റ് 1958. അടുത്തത് 15th അമെൻമെൻറ്റ് 1963. It increased the retirement age of High Court judge from 60 to 62 years. അടുത്തത് 21st അമെൻമെൻറ്റ് 1967. ഇപ്പോൾ കഴിഞ്ഞ HSST എക്സാമുകളിൽ ചോദിച്ച അമെൻമെൻറ്റുകളിലൊന്നാണ് ഈ 21st അമെൻമെൻറ്റ് 1967 എന്ന് പറയുന്നത്. സിന്ധി വാസ് ആഡഡ് ആസ് ദ 15th ലാംഗ്വേജ് ഇൻ 8th ഷെഡ്യൂൾ. അതുവരെ നമ്മളുടെ 8th ഷെഡ്യൂളിൽ 14 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. 21ാം ഭേദഗതി പ്രകാരമാണ് സിന്ധി 15ാമത്തെ ഭാഷയായിട്ട് ആഡ് ചെയ്തത്. ഇന്ന് നമ്മൾ 5 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ് ആണ് പഠിച്ചത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.